ഇൻസ്റ്റയിലും കാര്യങ്ങളിലെല്ലാം ഒരുപാട് നോക്കുമ്പോൾ ഇന്ന് കാണുന്നതായിരിക്കില്ല പിറ്റേ ദിവസം കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഞങ്ങൾ ഓരോ ഐഡിയ ആയിട്ട് ചെല്ലുമ്പോൾ അവർ 3D അതിൻ്റെ 3D തരും. പിന്നെയും ഞങ്ങൾ വേറൊരു ഡിസൈൻ പറയും, അതിൻ്റെയും ഒരു 3D തരുമായിരുന്നു. അങ്ങനെ നമ്മൾ എത്ര വർക്ക് ലോഡ് കൊടുത്താലും അവർ ആ സമയത്തിന് ക്ലയൻസിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം അവർ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ നടക്കുമെന്ന് തന്നെ ഓർത്തില്ല. എല്ലാ വർക്കും നല്ല ടൈംലി ആയിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അവർ ചെയ്തതിൽ ഇത് മോശമായിപ്പോയി അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാ ആൾക്കാരും തന്നെ ഇൻറ്റീരിയറിനെ പറ്റി എടുത്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു. ഇൻറ്റീരിയർ എങ്ങനെയാണ്, എന്താ, ഞങ്ങൾ ആർക്കാണ് കൊടുത്തത് എന്നൊക്കെ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ അവരെ കൊണ്ട് മാറ്റിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം അങ്ങനെ എന്തോ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ബട്ട് അങ്ങനെയൊന്നും അല്ല ഇവിടെ ഒരു 20 തവണയോ 25 തവണയെങ്കിലും അവരെ കൊണ്ട് 3D വീണ്ടും മാറ്റി വരപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഐഡിയാസ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് കണ്ടു, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമാണ് പിന്നെ അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ പലവട്ടം ഇവരെ ആ കണ്ട സൈറ്റിലേക്ക് വിളിച്ചു വരുത്തി ഇതുപോലെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അവർ വരാനും വില്ലിംഗ് ആണ്. പ്രിൻസ് ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ അവരുടെ 3D ചെയ്യുന്ന മിഥുനും അരുണും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാത്തിനും അവർ റെഡിയാണ്. അപ്പോൾ അത്രയും നല്ലൊരു സപ്പോർട്ടായിരുന്നു നില ഇൻറ്റീരിയറിൽ നിന്ന് നമുക്ക് കിട്ടിയത്. സോ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാ ആശംസകളും അവർക്ക് ഈ അവസരത്തിൽ നേരുന്നു. വിഷിംഗ് ദം എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു.